ഭയങ്കര വേനൽ ചൂടാണല്ലേ ഇപ്പോൾ. സത്യത്തിൽ ഈ ഉച്ച സമയത്തൊക്കെയാണ് ഈ പറയുകയും വേണ്ട. നമ്മുടെ ശരീരത്തിൽ ഈ നിർജ്ജലീകരണമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ ഈ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ എപ്പോഴും ഒരു കുപ്പി വെള്ളം മേടിച്ച് കുടിക്കുക എന്ന് പറയുന്നതൊക്കെ എന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ 1 രൂപ തുട്ടോ അല്ലെങ്കിൽ ഒരു 5 രൂപ തുട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ദാഹം തീരുവോളം നല്ല തണുത്ത വെള്ളം കുടിക്കാം. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മൾ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിലെ സർക്കാരിന് സമാനമായ നിലയിൽ 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചായിരുന്നു. അതിൽ രണ്ടാമത്തെ 100 ദിന കർമ്മ പരിപാടിയിലാണ് നമ്മൾ ഒരു വാട്ടർ ATM ചോറ്റാനിക്കരയിൽ സ്ഥാപിക്കണം എന്നാലോചിച്ചത്. ചോറ്റാനിക്കരയിൽ വാട്ടർ ATM സ്ഥാപിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ദക്ഷിണേന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളിവിടെ വരും. അപ്പോൾ അവർക്ക് ശുദ്ധമായ ജലം ലഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ATM സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചത്. ഈ വാട്ടർ ATMത്തിൻ്റെ സവിശേഷത 1 രൂപയ്ക്ക് 1 ലിറ്റർ തണുത്ത വെള്ളം ലഭിക്കും, 5 രൂപയ്ക്ക് 5 ലിറ്റർ വെള്ളം ലഭിക്കും. ഇപ്പോൾ ഇവിടെ ദേവസ്വത്തിൻ്റെ ചുമതലക്കാരുമായിട്ട് ദേവസ്വത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഏറ്റവും പ്രൈമായിട്ടുള്ള സ്ഥലം തന്നെ അനുവദിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നല്ലപോലെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ആരംഭിച്ചപ്പോൾ തന്നെ മനസ്സിലായത് വലിയ തോതിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് മാത്രമല്ല, പ്രധാനമായും തീർത്ഥാടകർക്കും വലിയ തോതിൽ ആശ്വാസം പകരുന്ന ഒരു ശ്രമം തന്നെയാണെന്ന്. എല്ലായ്പ്പോഴും വെള്ളം, ശുദ്ധജലം ഉറപ്പുവരുത്തുന്നുണ്ട്. അതിനൊരു പ്രത്യേക സമയക്രമമൊന്നുമില്ല. 24/7 24 മണിക്കൂറും വെള്ളം ലഭിക്കും. അങ്ങനെയാണിത് ക്രമീകരിച്ചിട്ടുള്ളത്. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്, ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. 1 രൂപ കോയിനിട്ടാൽ 8 സെക്കൻഡിന് ശേഷം കൃത്യം 1 ലിറ്റർ വെള്ളം വരും. 5 രൂപ കോയിനിട്ടാൽ 5 ലിറ്റർ. ഇത് ക്ഷേത്രവുമായിട്ട് ചേർന്ന്, ചോറ്റാനിക്കര ക്ഷേത്രവുമായിട്ട് ചേർന്നാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെയുള്ള ബഹുജനങ്ങളുടെ മുഴുവൻ പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഈ നാടിന് മാത്രമല്ല, നാടിൻ്റെ ഈ നാനാഭാഗത്ത് വരുന്ന ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇതിന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇത് ഉപകാരപ്പെടുത്തുന്നുണ്ട്. കാര്യം ഇത് ഈ തീർത്ഥാടനത്തിന് എത്തുന്നവർ മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. ഇതിലെ കടന്നു പോകുന്ന ആളുകൾ, രാത്രി കാലങ്ങളിൽ കടന്നു പോകുന്നവർ വരെ വന്ന് നമ്മുടെ ഇവിടെ ഈ ATM നിന്ന് വെള്ളം ശേഖരിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ഇതുപോലെ മാതൃക ഈ കേരളത്തിലെമ്പാടുമുള്ള സ്ഥലങ്ങളും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ചോറ്റാനിക്കര പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത് ഞങ്ങൾ ഇനിയും വയ്ക്കാനായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വെക്കേഷൻ ആരംഭിച്ചപ്പോൾ ഒത്തിരി ആൾക്കാർ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്, നാട്ടുകാരുണ്ട്, സമീപത്തെ കച്ചവടക്കാരുണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായ 1 രൂപ മുടക്കി വെള്ളം കുടിക്കുക എന്നുള്ള ഒരു സംഭവം വളരെ നല്ലൊരു ജനോപകാരപ്രദമായ ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് 1 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ 20 രൂപ കൊടുക്കണം. ഒരുപക്ഷെ 20 രൂപ ഇന്നിപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ തന്നെ സാധാരണക്കാർക്കും, അതായത് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ അധികം ആളുകൾ, അഭയാർത്ഥികളും വന്ന് താമസിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ തീർച്ചയായും ഒരു ഡിസ്റ്റിൽഡ് മിനറൽ വാട്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമാണ്. ഇത് ഇഷ്ടം പോലെ ഞങ്ങൾ ഒരു 4-5 പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് 1 കുപ്പി ഡെയിലി ഞങ്ങൾ 1 കുപ്പി വെള്ളം, ഇത് വന്ന കൊണ്ട് നമ്മൾ 10-20 രൂപ കൊടുത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട. നമ്മളിവിടെ ഈ വെള്ളം കൊണ്ട് നമുക്ക് വളരെ സഹായം, വളരെ ഉപകാരം നമുക്കുണ്ട്. ഞങ്ങൾ ഡെയിലി വെള്ളം എടുക്കും. 20 രൂപ കടയിൽ കൊടുക്കണില്ലെന്ന് ഓർത്ത് വെള്ളം എടുക്കുമ്പോൾ ഒരാളെന്നോട് പറഞ്ഞ്, ചേച്ചി കടയിൽ കുപ്പിവെള്ളം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഇട്ടാണ് കുപ്പി, ഇവിടെ ഇട്ടാണ് വെള്ളം ഞങ്ങൾ കുടിക്കാനുണ്ട്. നിങ്ങൾ കടയിൽ വന്നാൽ 20 രൂപ കൊടുത്ത് വെള്ളം എടുത്ത് ആ 20 രൂപ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു വയ്ക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വെള്ളം ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇത് എത്ര ആളത്തൊക്കെ ഉണ്ട് ഈ വെള്ളം എന്ന് വെച്ച്, അതുള്ള കാലം വരെ ഞങ്ങൾ എടുക്കും, വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ കുപ്പി നിങ്ങൾ വെള്ളം എടുക്കാൻ വരില്ല, കടയിൽ വരുമെന്ന് ചോദിച്ചു. അത് കടയിൽ കാശ് നിങ്ങൾ വരും, കാശിൽ ഞങ്ങൾ വരുമെന്ന്. ഞങ്ങൾ നേരത്തെ പുറത്തുനിന്നാണ് എടുത്ത് വെക്കണത്. ഇപ്പം ഞങ്ങൾ എടുക്കാൻ പോണില്ല. ഒരു ദിവസം 5-6 കുപ്പി വെള്ളം ഞങ്ങൾ എടുത്തു. രാത്രി ഇല്ലെങ്കിലും രാത്രിയും വന്നെടുക്കും ഞങ്ങൾ. അങ്ങനെ ഈ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ വെള്ളത്തിന് പോകില്ല ഞങ്ങൾ. ഇതാണ് ഞങ്ങളുടെ കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ.
ഈ വാട്ടർ ATM സംവിധാനം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കും ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങുന്നവർക്കും ഒക്കെ പ്രയോജനമാണ്. ഈ സംവിധാനം ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ക്യാമറാമാൻ അഭിമന്യു സുഭാഷിനോടൊപ്പം ഇൻ റിപ്പോർട്ടർ, കൊച്ചി.